Radio Apps 91.0, where every voice matters. ആപ്സ് റേഡിയോ 91.0 പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആർജെ അബിയ. ഞാൻ ആർജെ ഇബ. ഇബ, തനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം ഏതാണ്? എന്താ സംശയം? എന്റെ പിറന്നാൾ തന്നെ. ഇന്ത്യക്കാർ ഒരേപോലെ സന്തോഷിക്കുന്ന ഒരു പിറന്നാൾ ദിനം നമുക്കുണ്ടല്ലോ. അതേതാണെന്നറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവായ ബാപ്പുജിയുടെ പിറന്നാൾ ദിനം. അതെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധിജിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. നമ്മോടൊപ്പം ഒരു കുട്ടി കഥാവതരണവുമായി എത്തുന്നു 5ാം ക്ലാസ്സിൽ നിന്ന് നാഫിയ നാദർ. കൂട്ടുകാരെ, ഒരു കൊച്ചു ഗാന്ധി കഥ കേട്ടാലോ? ഒരു ദിവസം ഗാന്ധിജി തന്റെ മുറിയിൽ എന്തോ തിരയുകയായിരുന്നു. വിലയേറിയ എന്തോ സാധനം നഷ്ടപ്പെട്ടതിന്റെ വിഷമം അദ്ദേഹത്തിന്റെ മുഖത്തുമുണ്ടായിരുന്നു. ഗാന്ധിജി മുറി മുഴുവനും അരിച്ചു പുറക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ തിരയുന്നത്? എന്തെങ്കിലും നഷ്ടപ്പെട്ടു? അപ്പോഴേക്കും ഗാന്ധിജി താൻ തിരയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞു. കിട്ടിപ്പോയേ! ഗാന്ധിജി സന്തോഷത്തോടെ പറഞ്ഞു. ഒരു ചെറിയ കുറ്റി പെൻസിലായിരുന്നു അത്. അത് കണ്ട് സ്നേഹിതൻ ചോദിച്ചു, ഈ കുറ്റി പെൻസിലിന് വേണ്ടിയാണോ അങ്ങ് ഇത്രയും പാടുപെട്ടത്? ഞാൻ വാങ്ങിത്തരുമായിരുന്നല്ലോ. അപ്പോഴേക്കും ഗാന്ധിജി പറഞ്ഞു, പുതിയ പെൻസിലിനേക്കാൾ വിലയേറിയതാണിതെനിക്ക്. കാരണം ഇതെനിക്കൊരു കൊച്ചുകുട്ടി സ്നേഹത്തോടെ സമ്മാനിച്ചതാണ്. ഗാന്ധിജിക്ക് കുട്ടികളെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് ഈ കഥയിലൂടെ മനസ്സിലായില്ലേ കൂട്ടുകാരെ? നമുക്ക് നന്ദി നാഫിയ. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു സമന്യ. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, ഭാരത മണ്ണിൽ അഭിമാനം. ചുണ്ടിൽ വിരിയും പുഞ്ചിരിയും സ്നേഹം ചൊരിയും വാക്കുകളും. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിനു വേണ്ടി പോരാടി നേടിത്തന്നു സ്വാതന്ത്ര്യം. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, ഭാരത മണ്ണിൽ അഭിമാനം. ചുണ്ടിൽ വിരിയും പുഞ്ചിരിയും സ്നേഹം ചൊരിയും വാക്കുകളും. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിനു വേണ്ടി പോരാടി നേടിത്തന്നു സ്വാതന്ത്ര്യം. നേടിത്തന്നു സ്വാതന്ത്ര്യം. നന്ദി സമന്യ. നാം എപ്പോഴും നമ്മുടെ രാഷ്ട്രത്തിന്റെയും രാഷ്ട്രപിതാവിന്റെയും പേരിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം. പുത്തൻ അറിവുകളും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഞാൻ ആർജെ അബിയ. ഞാൻ ആർജെ ഇബ. അതുവരേക്കും ബൈ ബൈ.